പാറുവിനാകെ ബുദ്ധിമുട്ടായില്ലേ? ഏയ്, എന്ത് ബുദ്ധിമുട്ട്? ഇതെന്റെ ജോലിയല്ലേ. കരുനീലിക്കാവിലമ്മേ, എന്റെ സങ്കടം നീ കാണണേ. നാട്ടുകാര് പറഞ്ഞത് കേട്ടിട്ടെങ്കിലും പപ്പേട്ടന്റെ മനസ്സ് മാറണേ. The person you are calling is not answering. Please call again. ഇവനിത് എവിടെ പോയി കിടക്കേ? The person you are calling is not answering. ഇവനെന്താ ഫോൺ എടുക്കാത്തത്? ഇന്ദ്രനെ കാണാന്ന് പറഞ്ഞല്ലേ പോയത്. ഇനി ഇന്ദ്രനും നഗലിനും കൂടി ഞാനറിയാതെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? പാറുവിനെയും ഗിരിയെയും കൊല്ലാനുള്ള ദേഷ്യത്തിലാണ് നകുലൻ. ഇനി അവൻ വല്ല കയ്യബദ്ധവും കാണിക്കൂ. അങ്ങനെ സംഭവിച്ച ഞാൻ മനസ്സിൽ കണ്ടതെല്ലാം നശിക്കും. എന്താ സമയത്തൊരാലോചന? ഞാൻ അത് നിന്റെ ചിന്തയൊക്കെ എനിക്ക് മനസ്സിലാവും. പടിയടച്ച് പിണ്ടം വെച്ചവൾക്ക് വേണ്ടി ഇപ്പോ നാട്ടുകാരും വന്ന് ആവലാതി ബോധിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ശശി ഇവിടെ വന്ന് പറഞ്ഞത് കള്ളമായിരിക്കും. ഗിരിക്ക് ശരിക്കും വിഷമമുണ്ടായിരിക്കും. പപ്പേട്ടനോട് അവന് അത്രയ്ക്ക് സ്നേഹവും ബഹുമാനവും ആയിരുന്നല്ലോ. സ്നേഹവും ബഹുമാനവും അതുകൊണ്ടാണല്ലോ നാട്ടുകാരുടെ മുന്നിൽ എനിക്ക് തല കുനിച്ച് നിൽക്കേണ്ടി വന്നത്. എന്നെ അത്രയ്ക്കധികം സ്നേഹിക്കുന്ന ഒരുത്തനായിരുന്നെങ്കിൽ അവൻ ഒരിക്കലും എന്നോട് ഈ ചതി കാണിക്കില്ലായിരുന്നു. കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഗിരിക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. പാറു അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മളാരും അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല. അത് എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ അവരുടെ വാക്കിന് ചെവി കൊടുത്തിരുന്നെങ്കിൽ അവരുടെ ഭാഗത്ത് ന്യായമുണ്ടായിരുന്നു നമുക്ക് മനസ്സിലായേനെ. അതല്ല നീ ഉദ്ദേശിച്ചത്. തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ന്യായീകരണം അത് ഞാൻ കേൾക്കേണ്ട ആവശ്യം എന്തുവാ? പത്മനാഭനിപ്പോ തൃശങ്കു സ്വർഗത്തില. ഇന്നുവരെ എന്ത് പരാതിയായിട്ട് ഏത് നാട്ടുകാരനും ഈ പടനിലത്തിന്റെ പടി കടന്നു വന്നാലും പത്മനാഭൻ അതിന് തീർപ്പ് കൽപ്പിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഇപ്പൊ നാട്ടുകാർ വന്നിരിക്കുന്നത് എന്നെ കുഴപ്പിക്കുന്നൊരു ആവശ്യമായിട്ടാ. ന്യായം വിധിക്കണം, ന്യായം മാത്രമേ വിധിക്കാവൂ. അതെ, കുറച്ചു നേരമായിട്ട് ഞാൻ നൗലനെ വിളിക്കുക. അവൻ ഫോൺ എടുക്കുന്നില്ല. ഇന്ദ്രനെ കണ്ടിട്ട് ഉടനെ വരാന്ന് പറഞ്ഞ് പോയവനാ. അല്ല, അവൻ നിന്നോട് വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. നീ അവനെ വിളിച്ചായിരുന്നോ? 2-3 പ്രാവശ്യം വിളിച്ചിരുന്നു. അവൻ ഫോൺ എടുത്തില്ല. സാധാരണ അവൻ എവിടെ പോയാലും ഈ നേരത്തെ അവൻ തിരികെ എത്തുന്നതാ. ഇന്ന് ഇതുവരെ അവൻ എത്തിയിട്ടില്ല. എവിടെയാണെന്ന് അറിയാനും നിവൃത്തിയില്ല.
മുതലാളി ഭാഗ്യേ, നീ പോയി കിടക്ക്. അവൻ വരുമ്പോ വരട്ടെ. ചെല്ല്. എന്താടാ മണി? മുതലാളി, ഗിരിയും പാറുവിനെ ആരൊക്കെ കൂടി കൊല്ലാൻ നോക്കി. ഏ? അല്ല, കടപ്പുറത്ത് വെച്ച സംഭവം നടന്നത്. അത് കണ്ടു നിന്ന ഒരാളാ എന്നെ വിളിച്ച് വിവരം പറഞ്ഞത്. അതെ, ഏതായാലും രണ്ടുപേർക്ക് വലിയ കുഴപ്പം പറ്റിയില്ലെന്നാണ് അറിഞ്ഞത്. ആ, എന്നാലും ആരായിരിക്കും അവരെ കൊല്ലാൻ നോക്കിയത്? ആരാണെന്ന് എനിക്കറിയാം. കത്തി കൊണ്ടുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി TT എടുത്തില്ലെങ്കിൽ സെപ്റ്റിക് ആവാൻ ചാൻസ് ഉണ്ട്. അതിനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരണ്ടേ? എന്തിനാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നേ? ഡോക്ടറോട് ഉണ്ടല്ലോ. അത്ര ഡീപ്പ് കൊണ്ടൊന്നുമല്ല. ഞാനിത് ഡ്രസ് ചെയ്തോളാം. ഇന്നലെ എന്തായാലും ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് വാങ്ങി, നന്നായി. ഇതാ വരുന്നേ. ഏയ് കുഴപ്പമൊന്നുമില്ല. എന്നാലും ഏട്ടാ, എത്ര സന്തോഷമായിട്ട് നമ്മൾ എൻജോയ് ചെയ്യായിരുന്നു. അതിനിടയിൽ എവിടുന്ന് ആ ദുഷ്ടന്മാര് കേറി വന്ന്. ഇത് പെട്ടെന്നുണ്ടായ ആക്രമണമൊന്നുമല്ല. അവര് പാറുവിനെ ലക്ഷ്യം വെച്ച് തന്നെയാ വന്നത്. ആ പെടലിയായിരിക്കും ഏട്ടത്തിയമ്മയെ കൊല്ലാൻ ആളെ അയച്ചത്. അതെ, അതിനെന്നെയോ സാധ്യത. ഇന്ദ്രന്റെ ആൾക്കാരായിരിക്കും എനിക്കപ്പം തന്നെ തോന്നിയതാ. ഏതായാലും പാറുവിന് ആപത്തൊന്നും ഉണ്ടായില്ലല്ലോ. അത് എന്നെ വലിയ ഭാഗ്യം. എന്തായാലും ആ ഇന്ദ്രനെ ഒന്ന് സൂക്ഷിക്കണം. അവന് നേരിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെ ചില ഉമ്മാക്കികൾ കാണിക്കും. ആലോചിച്ചിട്ട് പേടിയാവുന്നു. പേടിക്കൊന്നും വേണ്ട. ദേ ഡോക്ടർ വന്നു. കാണിക്കേ, നോക്കട്ടെ. പാറുവിനാകെ ബുദ്ധിമുട്ടായില്ലേ? ഏയ്, എന്ത് ബുദ്ധിമുട്ട്? ഇതെന്റെ ജോലിയല്ലേ.